അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്ക് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ആണ്. മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഡ് വേർഡ് ഒരു ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയിലേക്ക് കുറച്ച് എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കോഡ് വേർഡ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ 00 എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്, 01 എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. 00 എന്ന് പറയുന്നത് നമ്മൾ 000 എന്നാക്കി, 01 എന്ന് പറയുന്നത് 011 എന്നാക്കി, 10 എന്ന് പറയുന്നത് 101 എന്നാക്കി, ഈ 110 ഇതാക്കി. അപ്പോൾ നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത ഒരു ബിറ്റിന് റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറയും. ആ ഡാറ്റയും റിഡൻഡൻറ്റ് ബിറ്റും കൂടെ കൂടിയുള്ളതിന് കോഡ് വേർഡ് എന്ന് പറയും. ഈ കോഡ് വേർഡിൽ ഏതെങ്കിലും രണ്ട് കോഡ് വേർഡ്, അതായത് ഈ 000 011 ഉണ്ടല്ലോ, 000 011 തമ്മിൽ XOR ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഏതൊക്കെ ബിറ്റിൽ അത് തമ്മിൽ പൊസിഷനിൽ 1 ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും XOR ഓപ്പറേഷൻ നടത്തി നോക്കുക. ഇത് രണ്ടും XOR ഓപ്പറേഷൻ നടത്തി ഇത് രണ്ടും XOR ചെയ്യുമ്പോൾ 0 കിട്ടും. ഇതും 0യും 1ഉം കൂടെ XOR ചെയ്യുമ്പോൾ 1 കിട്ടും. 0യും 1ഉം കൂടെ XOR ചെയ്യുമ്പോൾ 1 കിട്ടും. അതായത് 1ന്റെ കൗണ്ട് എത്രയാണ്? ഇത് തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റയും റിസീവ് ചെയ്ത ഡാറ്റയും തമ്മിൽ എത്ര ബിറ്റിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് വേറൊരു സാധനമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റിസീവ് ചെയ്തതും സെൻഡ് ചെയ്തതും റിസീവ് ചെയ്തതും തമ്മിലല്ല. നമുക്ക് കോഡ് വേർഡ്സ് ഉണ്ട്. കോഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ കോഡ് വേർഡ്സ് ഉണ്ടാവും, നമ്മൾ പഠിച്ചു. ആ വാലിഡ് ആയിട്ടുള്ള കോഡ് വേർഡുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ എത്ര ബിറ്റിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണെന്ന് കിട്ടി അല്ലേ? അടുത്ത ഈ 000യും 101ഉം ഉണ്ട്. ഇത് തമ്മിൽ ഒന്ന് ഹാമിംഗ് ഡിസ്റ്റൻസ് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? 000യും 101ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ 2 0 ആയതുകൊണ്ട് 0 കിട്ടും, 1 കിട്ടും. അപ്പോൾ അവിടെ ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണ്. ഇനി ഇത് തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് നോക്കിക്കോ. ഇത് തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് നോക്കിയാൽ ഇവിടെ 1ഉം 1ഉം ആയതുകൊണ്ട് 0 ആണ്, ഇവിടെ 0യും ഇവിടെ 1ഉം ആയതുകൊണ്ട് XOR ഓപ്പറേഷൻ നടത്തിയ 1 കിട്ടും, 1ഉം 0യും ആയതുകൊണ്ട് XOR ഓപ്പറേഷൻ നടത്തിയ 1 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? 2 1 കിട്ടി. എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഹാമിംഗ് ഡിസ്റ്റൻസുകൾ എല്ലാ കോഡ് വേർഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് മിനിമം വാല്യൂ എന്ന് പറയുന്നതാണ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസിന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ല ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന എററുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കാൻ കാരണം. അപ്പോൾ ഇന്നത്തെ ഒരു വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ എല്ലാ വേർഡും തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എല്ലാ വേർഡും തമ്മിൽ എന്ന് പറഞ്ഞാൽ 0 ഇത് രണ്ടും ഇതുമായിട്ട് ഇതുമായിട്ട്. അപ്പോൾ എത്രയായി? 3 എണ്ണമായി. അടുത്തത് 3 2 5 2 5 1 6 ഹാമിംഗ് ഡിസ്റ്റൻസ്. ഇത് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 6 ഹാമിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ 6 ഹാമിംഗ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക ഈ തന്നേക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. 0യും ഇതും തമ്മിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതും തമ്മിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതും തമ്മിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അടുത്ത ഇതെടുക്കുക, ഇതെടുത്തിട്ട് ഇതുമായിട്ടുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതെടുത്തിട്ട് ഇതുമായിട്ടുള്ള ഹാമിംഗ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. അപ്പോൾ 3 2 5 ആയി. ഇനി ഇതെടുത്തിട്ട് ഇതുമായിട്ടുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 6 ആയി. അങ്ങനെ 6 ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിലെ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഇൻ എ സെറ്റ് ഓഫ് കോഡ് വേർഡ്സ് ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഈസ് ദ സ്മോളസ്റ്റ് ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പോസിബിൾ പെയർസ് ഓഫ് കോഡ് വേർഡ്സ്. എല്ലാ കോഡ് വേർഡ്സ് കുറേ എണ്ണം പോസിബിൾ ആയിരിക്കും. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കോഡ് വേർഡുകളിൽ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ മിനിമം വാല്യൂ ആണ് ഈ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസിന് ഒരു ബന്ധമുണ്ട്. ടു ഗ്യാരണ്ടി ഡിറ്റക്ഷൻ ഓഫ് അപ് ടു എസ് എറർ വരെയുള്ള ഡിറ്റക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള കേസിൽ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? എല്ലാം തമ്മിൽ നോക്കിയപ്പോഴും നമ്മളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴും 2 ആണ് ഹാമിംഗ് ഡിസ്റ്റൻസ് വന്നത്. അപ്പോൾ മിനിമം എന്ന് പറയുന്നത് 2 ആണ്. 2 ഹാമിംഗ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു എറർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ എറർ ഉണ്ടെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. മനസ്സിലായോ?
അപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 1 എറേഴ്സേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സ് മൈനസ് 1-ൽ കൂടുതൽ എറർ അല്ലെങ്കിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ മാക്സിമം 4 എറർ വരെ ഉണ്ടെങ്കിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 5ാമതൊരു എറർ ഉണ്ടെങ്കിൽ നമുക്ക് ആ എറർ ഉണ്ടെന്ന് മനസ്സിലാവത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടു ഗ്യാരണ്ടി ഡിറ്റക്ഷൻ ഓഫ് അപ് ടു എസ് എറർ, അതായത് 4 എറർ വരെ കണ്ടുപിടിക്കണമെങ്കിൽ ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഇൻ ദ ബ്ലോക്ക് കോഡ് മസ്റ്റ് ബി S+1, അതായത് 4+1 5 ആയിരിക്കണം. നമ്മൾ പറഞ്ഞ കേസിൽ നമ്മുടെ S+1 എന്ന് പറയുന്ന ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി മിനിമം എന്ന് പറയുന്നത് 2ആണെന്ന് പറഞ്ഞാൽ 2-ൽ നിന്ന് 1 കുറയ്ക്കുന്ന അത്ര എററേ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു എറർ ഉണ്ടെങ്കിൽ, ഒരു ബിറ്റിൽ എറർ ഉണ്ടെങ്കിലേ നമുക്ക് എറർ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ? അടുത്തത് പാരിറ്റി ചെക്കാണ്. പാരിറ്റി ചെക്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പാരിറ്റി ചെക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു, ഇപ്പം നമ്മൾ ബ്ലോക്ക് കോഡ് ജനറലി ആണ് പഠിച്ചത്. ജനറലി ബ്ലോക്ക് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ഉണ്ടാവും. ഡാറ്റയിലേക്ക് ഒരു പാർട്ട് വേറൊരു അഡീഷണൽ റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യും. ആ റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യുന്നത് എറർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് കോഡ് വേർഡ് എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളാണ്, അങ്ങനെ എറർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്, പാരിറ്റി ചെക്ക്. ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എറർ ഡിറ്റക്ഷൻ ടെക്നോളജിയാണ് പാരിറ്റി കോഡ് എന്ന് പറയുന്നത്. പാരിറ്റി ചെക്ക് കോഡ് എന്ന് പറയും. ദിസ് കോഡ് ഈസ് എ ലീനിയർ ബ്ലോക്ക് കോഡ്. നമുക്കറിയാം ബ്ലോക്ക് കോഡ് ലീനിയർ ആണ്. ഇത് കെ ബിറ്റ് ഡാറ്റ വേർഡ് ഈസ് യൂസ്ഡ്. കെ ബിറ്റ് ഡാറ്റ വേർഡ് ഉണ്ടെങ്കിൽ n ബിറ്റ് കോഡ് വേർഡ് ഈസ് യൂസ്ഡ്. അതിൻ്റെ അർത്ഥം n ഈസ് ഈക്വൽ ടു k+1, അതായത് നമ്മുടെ ഡാറ്റ k ബിറ്റ്സ് ഉണ്ടെങ്കിൽ കെയുടെ കൂടെ ഒരു അഡീഷണൽ ബിറ്റ്, ഒരു റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്ത് കോഡ് വേർഡ് എന്ന് പറയുന്നത് k+1 ഈക്വൽ ടു n നമ്പർ ഓഫ് ബിറ്റ്സ് ആവും. അതിന് എക്സാമ്പിളാണ് താഴെ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ 0000 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോഡ് വേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു ബിറ്റ് മാത്രം ആഡ് ചെയ്തു, അതാണ് കോഡ് വേർഡ്. അപ്പോൾ കോഡ് വേർഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ അതാണ് മനസ്സിലായല്ലോ. കെ ബിറ്റ് ഡാറ്റ വേർഡ് ഉണ്ടാവും, n ബിറ്റ് കോഡ് വേർഡ് ഉണ്ടാവും, n ഈസ് ഈക്വൽ ടു k+1 ആവും. എക്സ്ട്രാ ബിറ്റ്, ഒരു ബിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് പാരിറ്റി ബിറ്റ്. പാരിറ്റി ബിറ്റ്, ആ റിഡൻഡൻറ്റ് ബിറ്റിന് ഈ കേസിൽ പേര് പാരിറ്റി ബിറ്റ് എന്നാണ്. അങ്ങനെ അഡീഷണൽ ആയിട്ട് ബിറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ പേര് പറയുന്നത് റിഡൻഡൻറ്റ് ബിറ്റ് എന്നാണ്. ആ റിഡൻഡൻറ്റ് ബിറ്റിന് പാരിറ്റി ചെക്ക് കോഡിലാണെങ്കിൽ പാരിറ്റി ബിറ്റ് എന്ന് പറയും. ഇത് ഓഡ് പാരിറ്റി ആവാം, ഈവൻ പാരിറ്റി ആവാം. ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈവൻ പാരിറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ വേർഡിൽ 1-ൻ്റെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കണം. ഈവൻ നമ്പർ ഓഫ് 1 ആയിരിക്കണം. ശ്രദ്ധിച്ചിരുന്നോളുക, സിമ്പിളാണ്. ഇപ്പോൾ ഈ കേസിൽ നോക്കിക്കോളാം, എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് 0000 ആണ്. അപ്പോൾ ഇതിൽ 1-ൻ്റെ എണ്ണം എത്രയാണ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എണ്ണി നോക്കിയാൽ ഇതിനകത്ത് 1 എന്ന് പറയുന്നത് 0 ആണെന്ന് പറയും. അപ്പോൾ 0 ആയതുകൊണ്ട്, 0 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോഡ് വേർഡ് 0 തന്നെയായിരിക്കും. അങ്ങനെ കോഡ് വേർഡ് മൊത്തത്തിൽ എണ്ണി നോക്കിയാൽ അതിനകത്ത് ഈവൻ നമ്പർ ഓഫ് 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് 0001 ആണ്. 1 എണ്ണി നോക്കിയാൽ അതിനകത്ത് ഈവൻ നമ്പർ ഓഫ് 1 ആണോ ഉള്ളത്? ആണോ? എത്ര 1 ഉണ്ട്? ഒരു 1 ഉണ്ട്. ഒരു 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഒരിക്കലും ഓഡ് നമ്പർ ഓഫ് 1 ഉള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാരിറ്റി ബിറ്റിൽ ഒരെണ്ണം കൂടെ, ഒരു 1 കൂടെ ആഡ് ചെയ്യും. അപ്പം നമ്പർ ഓഫ് 1 എന്ന് പറയുന്നത് എത്രയായി? ഈവൻ നമ്പറായി. ഇനി അടുത്ത 0010 ആണ്. 10-ൽ ഓഡ് നമ്പർ ഓഫ് 1s ആണുള്ളത്. അതുകൊണ്ട് ഒരു അഡീഷണൽ പാരിറ്റി ബിറ്റ് 1 ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ 1-ൻ്റെ എണ്ണം 0 ആയി, അല്ല ഈവനായി. ഇനി 0011 എന്ന് പറയുന്ന ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ഈവൻ നമ്പർ ഓഫ് 1 അതിനകത്തുണ്ട്. അതുകൊണ്ട് പാരിറ്റി ബിറ്റ് 0 ആഡ് ചെയ്യും. പാരിറ്റി ബിറ്റ് 1 ആഡ് ചെയ്താൽ എന്ത് പറ്റും? നമ്പർ ഓഫ് 1s ഓഡ് നമ്പർ ആയി പോകും. അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമ്മൾ 1 മാറ്റി 0 ആഡ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോഡ് വേർഡിൽ എപ്പോഴും 1-ൻ്റെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. ഇതിന് ഈവൻ പാരിറ്റി ചെക്ക് എന്ന് പറയും. ഇതുപോലെ തന്നെ ഓഡ് പാരിറ്റി ചെക്ക് ഉണ്ട്. ഓഡ് പാരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ 1-ൻ്റെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കണം, ഓഡ് നമ്പർ ഓഫ് 1 ആയിരിക്കണം. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് ഈവൻ പാരിറ്റിയും ഓഡ് പാരിറ്റിയും. Although some implementations specify an odd number of 1s, we discuss here even. Even ആണ് ഇവിടെ ഈ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The minimum having distance for this category D minimum എന്ന് പറയുന്നത് 2 ആണ്. ഈ കേസിൽ 2 ആണ്. ഈ കേസിൽ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 16 കോഡ് വേർഡ് ഉണ്ട്. ഈ 16 കോഡ് വേർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതായത് ബിറ്റിൽ ഡിഫറൻസ് എത്രയുണ്ട്? ഇത് തമ്മിൽ എത്ര ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്? ഈ രണ്ടെണ്ണം തമ്മിൽ 2 ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. 2 ബിറ്റിൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണ്. ഇത് തമ്മിൽ നോക്കിക്കോളുക. ഇത് തമ്മിൽ നോക്കിയാലും 2 ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണ്.
ഇത് തമ്മിൽ നോക്കിക്കോളുക, ഇത് തമ്മിലും എവിടെ ഉണ്ട്, 2 ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണ്. ഇത് തമ്മിൽ വേണമെങ്കിൽ നോക്കിക്കോ, അവിടെയും 2 ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഹാമിംഗ് ഡിസ്റ്റൻസ്. അങ്ങനെ ഏത് കോമ്പിനേഷൻ, ഞാനിപ്പോൾ ഈ ഓർഡറിൽ 2 എണ്ണം വീതം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ നോക്കിയാലും മിനിമം 2എങ്കിലും ഡിഫറൻസ് കാണും. ഇപ്പോൾ ആദ്യത്തേതും അവസാനത്തേതും നോക്കുവാന്ന് വിചാരിക്കാം. 0 0 0 0 0 1 1 ഇത് തമ്മിൽ നോക്കിയാൽ 4 ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇതും തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. പക്ഷേ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് കോമ്പിനേഷൻ എടുത്താലും അതിലെ മിനിമം ആണ്. മിനിമം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 2 ആണ്. 2ൽ കുറവ് ഒരു കേസിലും വരില്ല. അപ്പോൾ 2 ആണ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എന്നുള്ളത് മനസ്സിലായല്ലോ. 2 ആണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എങ്കിൽ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു എററെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 - 1 എററെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ ഹാമിംഗ് ഡിസ്റ്റൻസ്, മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് 2 ആണ്. അതുകൊണ്ട് സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് സിംഗിൾ ബിറ്റ് എറർ കറക്ഷൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 0 0 0 0 0 ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് വിചാരിക്കാം. ഇതിലേതെങ്കിലും ഒരു ബിറ്റ് എറർ വന്നു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ബിറ്റ് എറർ വന്നു എന്ന് പറഞ്ഞാൽ ആ ബിറ്റിൽ 0 ആയിരുന്നത് 1 ആയിട്ട് വന്നു കാണും, അല്ലെ 1 ആയിരുന്നത് 0 ആയിട്ട് വന്നു കാണും. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ബിറ്റ് 1 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആയി. ഇപ്പം മൂന്നാമത്തെ ബിറ്റ്, നടുക്കത്തെ ബിറ്റ് 1 ആയിട്ട് വന്നു. അപ്പോൾ റിസീവ് ചെയ്ത ഡാറ്റ എത്രയാണ്, 0 0 1 0 0 ആണ് റിസീവ് ചെയ്തത്, അല്ലേ? ആണല്ലോ. 0 0 1 0 0 ആണ് റിസീവ് ചെയ്തത്. അപ്പോൾ റിസീവർ എൻഡിൽ എന്ത് ചെയ്യും, അവൻ ഇതിനകത്ത് 1ൻ്റെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കും. നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്ത് നോക്കും. നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി, 1 വന്നു. 1 വന്നു. നമ്പർ ഓഫ് ബിറ്റ്സ്, നമ്പർ ഓഫ് 1 എന്ന് പറയുന്നത് ഒരിക്കലും ഓഡ് നമ്പർ ആവില്ല, ഈവൻ നമ്പറല്ലേ ആവുള്ളൂ. അപ്പോൾ അത് എററാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വാല്യൂ വരാൻ പാടില്ല. ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഈ 1 എന്നുള്ളത് 0 ആയിട്ടാണ് റിസീവ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ 0 0 0 0 1 റിസീവ് ചെയ്തു. അപ്പോൾ 1ൻ്റെ എണ്ണം എത്രയാണ്, 1ൻ്റെ എണ്ണം ആ കേസിൽ 1 ആണ്, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ഓഫ് വൺസ് ഒരിക്കലും വരില്ല. അപ്പോൾ എറർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി 0 1 0 0 1 ട്രാൻസ്മിറ്റ് ചെയ്തു. ഈ 0 1 ആയി പോയെന്ന് വിചാരിക്കുക എററിൽ. അപ്പോൾ റിസീവർ എൻഡിൽ എന്ത് ചെയ്യും, 0 1 0 1 1. അപ്പോൾ 3 1 ഉണ്ട്. 3 1 ഒരിക്കലും വരില്ല, എററല്ലേ? അപ്പോൾ ഒരു ബിറ്റിൽ എറർ വന്നാൽ കണ്ടുപിടിക്കുക എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി 2 ബിറ്റിൽ എറർ വന്നു എന്ന് വിചാരിക്കുക. 2 ബിറ്റിൽ, അതായത് ഞാൻ 0 0 0 0 0 ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതിൽ രണ്ടാമത്തെ 0യും മൂന്നാമത്തെ 0യും 1 ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, 0 1 1 0 0 എന്ന് കിട്ടും, അല്ലേ? 0 1 1 0 0 എന്ന് കിട്ടും. 0 1 1 0 0 കിട്ടിയാൽ നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഈവൻ ആയിരിക്കും. അപ്പൊ അവനത് ശരിയാണെന്ന് വിചാരിക്കും. ആക്ച്വലി തെറ്റാണ്, പക്ഷെ ശരിയാണ്, അല്ലേ? ശരിയാണെന്ന് വിചാരിക്കും. അപ്പൊ അതൊരു എററാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഹാമിംഗ് ഡിസ്റ്റൻസ് ഈ കേസിൽ 2 ആണെങ്കിൽ 1 ബിറ്റ് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 ബിറ്റ് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ജനറലി കഴിഞ്ഞ കേസിൽ പറഞ്ഞില്ലേ? അത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ കേസിൽ. അങ്ങനെ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളുക, ഈ പറഞ്ഞ കേസ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി നമ്മൾ പാരിറ്റി കണ്ടുപിടിക്കുന്നത് മോഡുലോ അരിത്തമെറ്റിക് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഓരോ ബിറ്റ് എടുക്കും, ഓരോ ബിറ്റ് എടുത്ത് അതിൻ്റെ ആഡീഷൻ ചെയ്യും. ഇപ്പോൾ 0 0 0 1 ആണെങ്കിൽ 0 0 0 1, അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1നെ മോഡുലോ 2 ചെയ്യും. മോഡുലോ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എടുക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. അതുകൊണ്ട് 1 എന്നുള്ള, അപ്പോൾ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡാറ്റ 0 ആണ്. ഈ 0, ഈ കോഡ് വേർഡിൻ്റെ റിഡൻഡൻറ്റ് ബിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിഡൻഡൻറ്റ് ബിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഉള്ള ഡാറ്റയുടെ എല്ലാ ബിറ്റുകളെയും തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് മോഡുലോ 2 ചെയ്യും. മോഡുലോ 2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കും. അപ്പോൾ ഇതിനെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്, 0 + 0 + 0 + 0 എന്ന് പറയുന്നത് 0 കിട്ടും. 0 മോഡുലോ 2 എന്ന് പറയുന്നത് 0 കിട്ടും. അതുകൊണ്ട് 0 ഇവിടെ ആഡ് ചെയ്തു. ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 0 + 0 + 0 + 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1 മോഡുലോ 2 എന്ന് പറഞ്ഞാൽ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്, 1 കിട്ടും. അതുകൊണ്ട് 1 ആയിരിക്കും ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ.
0010 എടുത്തെങ്കിൽ 0010 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അത് ഇവിടെ ആഡ് ചെയ്യും. ഇനി ഈ കേസ് എടുത്ത് നോക്കുക, 0011 കിട്ടും. അപ്പോൾ 1 + 1 എന്ന് പറയുന്നത് 2 കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ഇവിടെ 0 ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഫിഗർ ഓർത്തിരിക്കണമെന്നില്ല, ഇത് വലിയ അത്യാവശ്യമുള്ളതല്ല. പക്ഷേ ഇത് ഓർത്തിരിക്കണം. മോഡുലോ അരിത്തമെറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. മോഡുലോ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മോഡുലോ 2 ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എടുക്കുമെന്നേ ഉള്ളൂ. ഇനി റിസീവർ സൈഡിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. റിസീവർ സൈഡിൽ എന്തായിരിക്കും ചെയ്യുന്നത്? റിസീവർ സൈഡിലും ഇതുപോലെ തന്നെ 0 കൊണ്ട് ആഡ് ചെയ്യും. ഇതിന് റിസീവ് ചെയ്യുന്ന കോഡ് വേർഡ്, അതായത് എല്ലാം ഉൾപ്പെടെ 5 എണ്ണത്തിൽ ഇവിടുന്ന് 4 എണ്ണമാണ് ഡാറ്റ എങ്കിൽ കോഡ് വേർഡ് 5 ഉണ്ട്. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന 5നെയും തമ്മിൽ ആഡ് ചെയ്തിട്ട് മോഡുലോ 2 എടുക്കും. അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് എത്ര കിട്ടുന്നത്? 0 + 0 + 0 + 0 + 0 മോഡുലോ 2 എന്ന് പറഞ്ഞാൽ 0 മോഡുലോ 2. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അപ്പോൾ കിട്ടിയത് 0 ആണ്. റിമൈൻഡർ കിട്ടിയത് 0 ആണ്. അപ്പോൾ റിസീവർ എൻഡിൽ മോഡുലോ 2 അരിത്തമെറ്റിക് എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ എറർ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കിട്ടുന്ന റിസൾട്ട് 1 ആണെങ്കിൽ എറർ ഉണ്ടെന്നാണ്. ഓക്കെ, അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പറയാം. The sender sends the code word which may be corrupted during transmission. The receiver receives a 5-bit word. The checker at the receiver does the same thing as generated in the sender with one exception. The addition is done over all 5 bit. 5 ബിറ്റും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ദ റിസൾട്ട്, അങ്ങനെ കിട്ടുന്ന റിസൾട്ടിൻ്റെ പേരാണ് സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറയും. അതായത് മോഡുലോ 5 ബിറ്റിനെയും തമ്മിൽ ആഡ് ചെയ്ത് മോഡുലോ 2 എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് സിൻഡ്രോം. ഇറ്റ് ഈസ് ജസ്റ്റ് 1 ബിറ്റ്. ഒരു ബിറ്റാണ്. This syndrome is 0 when the number of ones is received code word is even. Otherwise it is 1. നമ്പർ ഓഫ് കോഡ് വേർഡ് ഈവൻ ആയിരിക്കണം. അപ്പോൾ സിൻഡ്രോം 0 ആണെങ്കിൽ വാലിഡ് ആണ്, സിൻഡ്രോം 1 ആണെങ്കിൽ ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ ഡാറ്റയിൽ എറർ ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? കുറച്ചുകൂടെ ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ പാരിറ്റി ചെക്ക് കോഡ് ക്യാൻ ഡിറ്റക്ട് ഓഡ് നമ്പർ ഓഫ് എറർ. നമ്പർ ഓഫ് എറേഴ്സ് ഓഡാണ്. ഇനി ഈ കേസിൽ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ കേസിൽ നമ്മൾ 2 എറർ വരുന്നത് പറഞ്ഞല്ലോ. 2 0 1 ആയി പോയെന്ന് വിചാരിക്കാം. ഇനി 3 0 1 ആയി പോയെന്ന് വിചാരിക്കാം. 3 0 ഇവിടെ 1 1 1 എന്ന് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 1 1 എടുക്കുമ്പോഴത്തേക്കും മോഡുലോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് മനസ്സിലാവും? നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഡാറ്റ തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് വന്നാൽ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ നമ്മൾ ഹാമിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാമിങ് ഡിസ്റ്റൻസിനെ കഴിഞ്ഞും ഹാമിങ് ഡിസ്റ്റൻസ് n ആണെങ്കിൽ n-1 എറേഴ്സേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ n-1 എറർ ആണെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് എറർ ഡിറ്റക്ട് ചെയ്യാം. പക്ഷേ n-1 അല്ലെങ്കിലും ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതുപോലെ ചില കേസിൽ ഡിറ്റക്ട് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഈവൻ നമ്പർ ഓഫ് എറർ ആണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓഡ് നമ്പർ ഓഫ് എറർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ എടുത്തോളാം. ഇതിൽ 3 ബിറ്റിൽ എറർ വന്നെന്ന് വിചാരിക്കുക. അതായത് ഈ 1 1 0 1 ഈ സെലക്ട് ചെയ്തേക്കുന്ന 3 ബിറ്റിൽ എറർ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? ഈ 1 0 ആയിട്ടായിരിക്കും വന്നേക്കുന്നത്, 0 1 ആയിട്ടായിരിക്കും വന്നേക്കുന്നത്, 1 0 ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പം 0 0 1 0 0 എന്നായിരിക്കും എറർ. അതായത് 3 ബിറ്റിൽ ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സിൽ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ 0 0 1 0 0 എന്നാണ് എറർ കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ്, നമ്പർ ഓഫ് വൺസ് എത്രയാണ്? നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഒരു 1 മാത്രമേ ഉള്ളൂ. നടുക്കത്തെ ഒരെണ്ണം മാത്രമേ 1 ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും എററാണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് എവിടെ വന്നാലും നമുക്ക് 1 3 5 ഇത്രയും ബിറ്റുകളിലൊക്കെ എറർ വന്നാൽ, 5 ബിറ്റിൽ എറർ വന്നാലും നമുക്ക് എററാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ 5 ബിറ്റിൽ എറർ വന്നെന്ന് വിചാരിക്കുക. ഇതിലാണ് 5 ബിറ്റിൽ എറർ വരുന്നതെങ്കിൽ ഈ 5 ബിറ്റിൽ എററാണ്. 5 ബിറ്റിൽ എററാന്ന് പറഞ്ഞാൽ 5 0ക്ക് പകരം 5 1 ആണ് റിസീവ് ചെയ്തത്. 5 1 ആണ് റിസീവ് ചെയ്തതെങ്കിൽ ഓഡ് നമ്പർ ഓഫ് 1 ആയതുകൊണ്ട് എററാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ്. ഇനി അടുത്തത് നമുക്ക് പോകുന്നത് സൈക്ലിക് കോഡാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സൈക്ലിക്. ലീനിയർ കോഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് സൈക്ലിക് കോഡാണ്. ലീനിയർ കോഡിന് എക്സാമ്പിളാണ് പാരിറ്റി പഠിച്ചത്. ഇനി സൈക്ലിക് കോഡിലേക്കാണ് പോകുന്നത്. സൈക്ലിക് കോഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സൈക്ലിക് കോഡിനൊരു എക്സാമ്പിളാണ്, ലീനിയർ കോഡിനൊരു എക്സാമ്പിളാണ് നമ്മുടെ പാരിറ്റി ചെക്ക്. അതുപോലെ സൈക്ലിക് കോഡിനൊരു എക്സാമ്പിളാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. സൈക്ലിക് കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇൻ എ സൈക്ലിക് കോഡ് ഇഫ് എ കോഡ് വേർഡ് ഈസ് സൈക്ലിക്കലി ഷിഫ്റ്റഡ്
സൈക്ലിക്കലി ഷിഫ്റ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. സൈക്ലിക്കലി നിന്ന് റൊട്ടേറ്റ് ചെയ്യുക. ലാസ്റ്റ് ബിറ്റിനെ ആദ്യത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, 1-നെ 2-ലേക്ക് കൊണ്ടുപോയി, 2-നെ 3-ലേക്ക് കൊണ്ടുപോയി, 3-നെ 4-ലേക്ക് കൊണ്ടുപോയി, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വയ്ക്കുക. ദ റിസൾട്ട് ഈസ് അനദർ കോഡ് വേർഡ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊരു കോഡ് വേർഡാണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള കോഡ് വേർഡാണ് കിട്ടുന്നതെങ്കിൽ അതിന് സൈക്ലിക് കോഡ് എന്ന് പറയും. പിന്നെ സൈക്ലിക് കോഡ് വേർഡ്, ഇഫ് എ കോഡ് വേർഡ് ഈസ് സൈക്ലിക്കലി ഷിഫ്റ്റഡ് ഓർ റൊട്ടേറ്റഡ് ദ റിസൾട്ട് ഈസ് അനദർ കോഡ് വേർഡ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു കോഡ് വേർഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലെഫ്റ്റിലെ ബിറ്റ് ആദ്യത്തെ ഇതിലേക്ക് പോകും, പിന്നെ എല്ലാം ഓരോന്ന് ലെഫ്റ്റിലേക്ക് മാറിയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇതും ഒരു വാലിഡ് കോഡ് വേർഡ് ആണെങ്കിൽ അതിന് സൈക്ലിക് കോഡ് എന്ന് പറയും. സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. ഇതിൽ സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ചെയ്യുന്നത് കോഡ് വേർഡ് n ബിറ്റ് എത്രയാണ് പറയുന്നത്, സൈസ് ഓഫ് ഡാറ്റ വേർഡ് ഈസ് ഓഗ്മെൻറ്റഡ് ബൈ യൂസിങ് n-k 3 ഹിയർ. അതായത് k ബിറ്റ് ഡാറ്റ ഉണ്ട്, ഡാറ്റ k ബിറ്റാണ്, k ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് വിചാരിക്കുക. 4 ബിറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ 4 ബിറ്റിൻ്റെ കൂടെ ഒരു അഡീഷണൽ എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കാം, 3 ബിറ്റ്സും കൂടെ ആഡ് ചെയ്യും. ആ 3 ബിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇതായിരിക്കും കോഡ് വേർഡായിട്ട് വെക്കുന്നത്. ആക്ച്വൽ ഡാറ്റ 4 അതിൻ്റെ കൂടത്തിൽ ഒരു കുറച്ച് ബിറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ആക്ച്വൽ ഡാറ്റ k ബിറ്റ്സ് ആണ്. കോഡ് വേർഡ് എന്ന് പറയുന്നത് n ബിറ്റാണ്. അപ്പോൾ n-k ആയിരിക്കും നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോഡ് വേർഡിൻ്റെ ലെങ്ത് ആണ് 7 പറഞ്ഞത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് C74 അങ്ങനെ ആയിരിക്കും. ആദ്യത്തെ നമ്പർ 7 എന്ന് പറയുന്നത് കോഡ് വേർഡിൻ്റെ ലെങ്ത് ആണ്. രണ്ടാമത്തെ വേർഡ് 4 എന്ന് പറയുന്നത് ഡാറ്റ വേർഡിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള 7 - 4 എന്ന് പറയുന്നത് 3 ആയിരിക്കും നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്തേക്കുന്നത് 3 ആയിരിക്കും. ഇതിനാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്നത്. ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഡാറ്റ വേർഡ് ഹാസ് k ബിറ്റ്സ് 4 ആണ് ഇവിടുത്തെ എക്സാമ്പിളിൽ. ദ കോഡ് വേർഡ് ഹാസ് n ബിറ്റ്സ് 7 ആണ്, 7 ബിറ്റ് ഉണ്ട്. ദ സൈസ് ഓഫ് ദ ഡാറ്റ വേർഡ് ഈസ് ഓഗ്മെൻറ്റഡ് ബൈ ആഡിങ് n-k എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ആഡ് ചെയ്തു. സീറോസ്, അപ്പോൾ അത്രയും 0 ആണ് ഇനീഷ്യലി ആഡ് ചെയ്യുന്നത്. അത്രയും സീറോസ് വലതുവശത്തേക്ക് ആഡ് ചെയ്യും. ദ n ബിറ്റ് റിസൾട്ട് ഈസ് ഫെഡ് ഇൻ ടു എ ജനറേറ്റർ. അപ്പോൾ നമുക്ക് 4 എണ്ണം ഉണ്ട്, 4 എണ്ണത്തിൻ്റെ കൂടത്തിൽ 3 സീറോയും കൂടെ ഇട്ടിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു വാല്യൂ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ഈ 3 ബിറ്റിനെ റീപ്ലേസ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അത് പറയാം. അപ്പോൾ 0 അവസാനം ആഡ് ചെയ്ത് 0 ആഡ് ചെയ്തിട്ട് അത് ജനറേറ്ററിലേക്ക് കൊടുക്കൂ. ദ ജനറേറ്റർ യൂസസ് എ ഡിവൈസർ ഓഫ് സൈസ് n-k + 1. n-k എന്താ? n-k എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യുന്നുള്ളതാണ്. ഈ കേസിൽ എത്രയാണ്? 3 ആണ്. അപ്പം 3 ബിറ്റാണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിൽ നമ്മളൊരു ഡിവൈസറിനെ സെലക്ട് ചെയ്യും. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യുന്ന ഒരു വാല്യൂ. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ വേറൊരു നമ്പറിനാണ് ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 ബിറ്റാണ് അഡീഷണലി ആഡ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു 4 ബിറ്റുള്ള ഒരു ഡിവൈസറിനെ കണ്ടുപിടിക്കും. വെറുതെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യും. അതായിരിക്കും ഉപയോഗിക്കുന്നത്. ദ ജനറേറ്റർ ഡിവൈഡ്സ് ദ ഓഗ്മെൻറ്റഡ് ഡാറ്റ വേർഡ്. ഓഗ്മെൻറ്റഡ് ഡാറ്റ വേർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉള്ള ഡാറ്റയുടെ കൂട്ടത്തിൽ ഒരു 3 സീറോ ഇട്ടിട്ടുണ്ട്. ആ ഡാറ്റയും 3 സീറോയിനെയും കൂടെ ഈ ഡിവൈസർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. മോഡുലോ 2 ഡിവിഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന ഒരു കോഷ്യൻ്റ് ഉണ്ട്. ദ കോഷ്യൻ്റ് ഡിവൈസർ ഈസ് ഡിസ്കാർഡഡ്. കോഷ്യൻ്റ് ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് റിമൈൻഡർ കിട്ടുന്ന ഒരു 3 ബിറ്റ് റിമൈൻഡർ ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. ആ 3 ബിറ്റ് ആദ്യം ആഡ് ചെയ്ത സീറോയ്ക്ക് പകരം അതിലിടും. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് 1001 ആണെങ്കിൽ അതിൻ്റെ കൂടെ 0 ഓഗ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് 3 സീറോ ഇട്ടതുകൊണ്ട് 4 ബിറ്റുള്ള ഒരു ഡിവൈസറിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു റിമൈൻഡർ കിട്ടിയില്ലേ? ആ റിമൈൻഡർ 110 കിട്ടിയത് ഡാറ്റയുടെ കൂട്ടത്തിൽ സീറോയ്ക്ക് പകരം അതിടും. അപ്പോൾ അതായിരിക്കും കോഡ് വേർഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഡീകോഡ് ചെയ്യാനും പറ്റും. ഡീകോഡ് ചെയ്ത് പല കാര്യങ്ങൾക്ക് എറർ ഡിറ്റക്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വരുന്ന ക്ലാസ്സിൽ പറയാം. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് ക്ലിയർ ആക്കി വെച്ചോളുക. നമ്മൾ ഇത്രയും പാർട്ട് CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ വായിക്കുക. കോഡ് വേർഡ് ഇങ്ങനെ 3 ബിറ്റുള്ള ജനറേറ്റ്. ഇതിപ്പോൾ കാണാതെ ഒന്നും പഠിക്കേണ്ട. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് വായിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പഠിക്കേണ്ട. ഈ ഭാഗം വായിച്ച് നോക്കുക.
എൻകോഡർ വായിച്ച് നോക്കിക്കോളുക. ഈ ഡിവിഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഇത്രയും തിയറി പാർട്ട് ക്ലിയർ ആക്കി വെക്കുക.